IPL 18ാം സീസണിലെ കരുത്തരുടെ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാന് പ്രതീക്ഷിച്ചതുപോലെ തുടക്കമല്ല ലഭിച്ചിരുന്നത്. ഓപ്പണർമാരായ സഞ്ജു സാംസണും SSV ജയ്സ്വാളിനും നായകൻ റിയാൻ പരാഗിനും കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ടോപ്പ് ഓർഡറിന് അടിത്തറപ്പാകാൻ സാധിക്കാതെ പോയതോടെ മധ്യനിരയും തകർന്നടിഞ്ഞിരിക്കുകയായിരുന്നു. നിതീഷ് റാണയും വനിൻഡു ഹസരംഗയും മധ്യനിരയിൽ ഫ്ലോപ്പായി. രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് നിര തീർത്തും നിലവാരമില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. സഞ്ജു സാംസൺ പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ തന്നെ നായകസ്ഥാനത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു. അതിന്റെ തിരിച്ചടി ഇപ്പോൾ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയിൽ പ്രതിഫലിക്കാൻ സാധിക്കും. ഇപ്പോഴിതാ രാജസ്ഥാൻ റോയൽസിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ താൽക്കാലിക നായകൻ റിയാൻ പരാഗിനെയാണ് ആരാധകർ വളരെ രൂക്ഷമായി വിമർശിക്കുന്നത്. ക്യാപ്റ്റനായ ശേഷമുള്ള പരാഗിന്റെ ചില പൊളിച്ചെഴുത്തുകളാണ് ടീമിന്റെ ടോപ്പ് ഓർഡറിനെ കരുത്ത് നഷ്ടപ്പെടുത്തിയതെന്നും ആരാധകർ പറയുന്നു. പരാഗ് 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നതിനെയാണ് ആരാധകർ ചോദ്യം ചെയ്തിരുന്നത്. അവസാന സീസൺ വരെ 5ാം നമ്പറിലോ അതിന് താഴെയാണ് റിയാൻ പരാഗ് ബാറ്റ് ചെയ്തിരുന്നത്. ഫിനിഷർ റോളിലായിരുന്നു പരാഗിനെ പരിഗണിച്ചതെന്നും പറയാം. ആഭ്യന്തര ക്രിക്കറ്റിലും താരം കൂടുതൽ ശോഭിച്ചത് മധ്യനിരയിലാണ്. എന്നാൽ നായകസ്ഥാനം ലഭിച്ചതോടെ 3ാം നമ്പറിലേക്ക് താരം ബാറ്റിംഗ് സ്ഥാനം മാറ്റിയെടുക്കുകയായിരുന്നു. തകർത്തടിഞ്ഞ താരമാണ് പരാഗെങ്കിലും ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 3ാം നമ്പറിൽ കളിക്കുന്ന താരം ഇത്തരമൊരു റോൾ ചെയ്യാൻ കഴിവുള്ളവനാവണം. അതുകൊണ്ട് തന്നെ പരാഗിനെ 3ാം നമ്പറിലേക്ക് കൊണ്ടുവന്നത് തെറ്റായ തീരുമാനം തന്നെയാണ്. സഞ്ജു സാംസണും SSV ജയ്സ്വാളും പുറത്തു വന്നതോടെ സമ്മർദ്ദത്തിലാവുന്ന താരത്തെയോ വിക്കറ്റ് വലിച്ചെറിയുന്ന താരത്തെയോ 3ാം നമ്പറിൽ കളിപ്പിക്കുന്നതിൽ കാര്യമില്ല. ഹൈദരാബാദിനെതിരെ ഫ്ലോപ്പായ പരാഗ് KKRനെതിരെ 15 പന്തിൽ 25 റൺസിലെടുത്താണ് പുറത്തായത്. 3 സിക്സർ പറത്തിയെങ്കിലും നായകന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഇതെന്ന് പറയാനാവില്ല. പരാഗ് 3ാം നമ്പറിൽ കളിക്കുന്നത് രാജസ്ഥാന്റെ ബാറ്റിംഗ് കരുത്തിനെ പിന്നോട്ടാക്കിയെന്നും പറയേണ്ടി വരും. മെഗാലയത്തിൽ വലിയ അഴിച്ചുപണികൾ നടന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. പല പ്രശ്നങ്ങളും ടീമിനെ വേട്ടയാടുന്നുണ്ട്. പുതിയ ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തിലൊക്കെ എത്താൻ രാജസ്ഥാന് സാധിച്ചില്ല. എന്നാൽ സഞ്ജു സാംസൺ നായകനായി എത്തുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആദ്യ 3 മത്സരങ്ങളിലായി പരാഗ് നായകനാവുന്നത്. ഇതിനുള്ളിൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് സഞ്ജുവിന് നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം.